വീട്ടിൽ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഒരൊറ്റ ആണി പോലും ഭിത്തിയിൽ തറച്ച് പോകരുതെന്നുള്ള അമ്മയുടെ ശക്തമായിട്ടുള്ള ഭീഷണിയുടെ പുറത്താണ് ഞാൻ മീഷോയിൽ ഈ ഒരു വാൾ ഹാങ്ങിങ് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചത്. ഇതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രെയിംസ് ഉണ്ടായിരുന്നു, അതൊന്ന് ഭിത്തിയിലൊന്ന് തൂക്കിയിടണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു സ്പേസ് ആയിരുന്നു ഞാൻ ഒരു ഫ്രെയിംസ് തൂക്കിയിടാൻ വേണ്ടി സെലക്ട് ചെയ്തത്. പക്ഷേ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ChatGPTയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ പുള്ളി എനിക്ക് തന്നിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കായിരുന്നു ഈ കാണുന്നത്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു രീതിയിൽ എന്തുകൊണ്ട് അറേഞ്ച് ചെയ്തുകൂടാന്ന് എൻ്റെ മൈൻഡിൽ അപ്പോൾ വന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രെയിംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ഒരു വാൾ ഹാങ്ങിങ് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചത്. സംഭവം അടിപൊളിയാണ്, നമുക്ക് നല്ല രീതിയിൽ ഭിത്തിയിൽ സ്റ്റിക്കായിട്ട് നിൽക്കും, ഇളകിയൊന്നും വരത്തില്ല. ഞാൻ ആദ്യമേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫ്രെയിംസൊക്കെ ഇടുമ്പോൾ ഇളകി വരുമെന്ന്. ഇല്ല, നല്ല രീതിയിൽ നല്ല അത്യാവശ്യം വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാതിടാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രെയിംസായിട്ട് അറേഞ്ച് ചെയ്യുവാണ്. ഇനി എൻ്റെ ബാക്കി വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ടിടാം. ഇത് ഓൾമോസ്റ്റ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.